ഗൈസ്, ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന കുഞ്ഞു മാങ്ങയില്ലേ, അത് എടുക്കാം. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ മാങ്ങയുണ്ട് കേട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമുക്കത് പെറുക്കാം ആദ്യം. അപ്പോൾ ഇവിടെ നിന്നേ തുടങ്ങാം. കിടക്കുന്നു കണ്ടോ, ഇതാണ് മാമ്പഴ പുളിശ്ശേരിയിലിടുന്ന കുഞ്ഞു മാങ്ങ. നല്ല മണം. കുറേയൊക്കെ വവ്വാല് കടിച്ച് തിന്നുന്നുണ്ട്. ഇത് 2, 13, 4. അപ്പോൾ നമുക്കിത് ഇത്രയോ മാങ്ങ കിട്ടി കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയോ മാങ്ങ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിപ്പോൾ ഒരു 4-5 ദിവസത്തേക്ക് മാമ്പഴ പുളിശ്ശേരി കഴിക്കാനുള്ള മാങ്ങയുണ്ട്. അപ്പം ഇനി അടുത്ത മഴ വരുന്നുണ്ട്. അടുത്ത മഴ വരുമ്പോൾ ഇനിയും നിറയെ മാങ്ങ വീഴും. അയ്യോ, നമുക്കിത് പോയി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കഴിക്കാം. ഇത് ചൂട് ചോറിലിങ്ങനെ ഞെരടിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. പിന്നെ അതിനേക്കാൾ എനിക്കിഷ്ടമാണ് ഇതിൻ്റെ മണം. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും ഇതിൻ്റെ മണം എങ്ങനത്തെ മണമാണെന്ന്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. വരും.